ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് കോർപ്പറേഷൻ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ഒരു ഡീറ്റെയിൽഡ് സിലബസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. മറ്റ് സബ്ജക്റ്റുകളുടെയും കൂടി ഇങ്ങനെ ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്താൽ യൂസ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോപ്പറേറ്റീവ് ലോ പാർട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏരിയാസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയുടെ പുതിയ ഒരു സിലബസ് എന്നുള്ള രീതിയിൽ CSEB ഒരു നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കോർപ്പറേഷൻ ആക്ട് ആൻഡ് റൂളിൻ്റെ ഭാഗത്ത് നിന്ന് 15 ചോദ്യങ്ങളാണുള്ളത്. 1 മാർക്ക് വീതമുള്ള 15 ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഏരിയാസ് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസ് നിന്നായിരിക്കും ആ ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഏരിയാസ് എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, അതായത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ഈ 1904 ആക്ട് പഠിക്കുമ്പോൾ ഈ 1904 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതിൽ എത്ര മെമ്പേഴ്സാണ് വേണ്ടത്, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ എത്ര ആളുകളാണ് വേണ്ടത്, എങ്ങനെയുള്ള സൊസൈറ്റികളായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ 1904 ആക്റ്റും ഈ 12 ആക്ടിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അറിഞ്ഞിരിക്കണം. നമ്മുടെ KCS ആക്ട് 1969 പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രധാനം അർഹിക്കുന്നതാണ് ഈ 1904 ആക്റ്റും 12 ആക്റ്റും. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേഷൻ ആസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്, കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്ന് പറയുന്ന 1919 ആക്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പഠിക്കണം. അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984, അതുപോലെ തന്നെ 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആൻഡ് 2002 അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയുടെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 കുറിച്ച് അറിഞ്ഞിരിക്കണം. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ട്രാവങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ ട്രാവങ്കൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കുറിച്ച്, അതിൻ്റെ 110 സെക്ഷനും 201 റൂളിനെ കുറിച്ചും ഒരു അവയർനെസ് വേണ്ടത്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മളുടെ ഈ 1969 ആക്ടിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്താണ് ഈ ഒരു 1969 ആക്ടിനെ 110 സെക്ഷനും 201 റൂളിനെയും കുറിച്ച് ഒരു വ്യക്തമായിട്ട് പഠിക്കേണ്ടത്. നമുക്കറിയാം, നമ്മളുടെ KCS ആക്ട് 1969 അമെൻമെൻ്റ് അടക്കം നമ്മൾ എന്താണ് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് ഫസ്റ്റ് പാർട്ടിലെ ഒരു 30 വരെയുള്ള സെക്ഷനും റൂളൊക്കെ നമ്മൾ എന്തായാലും തറവായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ലാസ്റ്റ് പാർട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ CSEB എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പിന്നെ ഒരു ലാസ്റ്റ് ആ ഒരു സെക്ഷൻ്റെയൊക്കെ ലാസ്റ്റ് പാർട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് സെക്ഷൻ 1 മുതൽ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് സെക്ഷൻ 1 റൂളും, അതുപോലെ തന്നെ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് എന്നാണ് റൂള് വന്നത്, എന്നാണ് ആക്ട് വന്നത്. ആക്ട് വന്നത് എന്നാ 15/5/1969 KCS ആക്ട് നിലവിൽ വന്നത്. അതുപോലെ തന്നെ 14/7/1969 റൂള് വന്നത്. അതൊക്കെ ഒരുപാട് CSEB എക്സാമിന് ചോദിച്ചതാണ്. ആക്ട് പാസ്സാക്കുന്നത് ആരാണ്, റൂള് ഫ്രെയിം ചെയ്യുന്നത് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആർക്കാണ് പിന്നെ റൂള് ഫ്രെയിം ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്കെൽട്ടൺ ഓഫ് ദ ലോ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ CSEBക്ക് വന്നതാണ്. അതുപോലെ തന്നെ ആക്റ്റും ലോയും തമ്മിൽ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടെങ്കിൽ ഏതാണ് പ്രിവെയിൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത് എന്താണ്
വന്നതാണ്, ആക്റ്റാണ് പ്രിവെയിൽ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നമ്മൾ എന്താണ് പഠിച്ചു വരണം. അപ്പോൾ അതൊക്കെ CSEB എക്സാമിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ നമ്മളുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പഠനമാണ് നമുക്ക് CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ആവശ്യം. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 45 ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിൽ ഒരു ഫാക്ച്വൽ അനാലിസിസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും കൊറി ഹാൻഡ്ലിങ്ങും നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസും ലൈവ് എക്സാമും മോഡൽ എക്സാംസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ ലോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും, അതായത് 15 മാർക്കും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ. ഇത്തവണത്തെ CSEB എക്സാം നിങ്ങൾക്ക് CC യോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്